18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി മഹതാബ് അധ്യക്ഷതയിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞതിനെതിരെ പ്രതിപക്ഷം ഭരണഘടനാ പകർപ്പുമായി പ്രതിഷേധിച്ചു. സഭാ നടപടികൾക്ക് മുൻപ് മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിയന്തരാവസ്ഥ ഓർമ്മിപ്പിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും സത്യവാചകം ഏറ്റുചൊല്ലി പ്രോട്ടം സ്പീക്കറായി ചുമതലയേറ്റ ഭർതൃഹരി മഹതാബ് 11 മണിക്ക് സഭയിലെത്തി നടപടികൾ ആരംഭിച്ചു. വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയുടെ രാജി അംഗീകരിച്ചതായി അധ്യക്ഷൻ സഭയെ അറിയിച്ചു. തുടർന്ന് എംപിമാരുടെ സത്യപ്രതിജ്ഞ. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. नरेंद्र दामोदर दास मोदी जो लोकसभा का सदस्य निर्वाचित हुआ हूं, ईश्वर की शपथ लेता हूं. 12:20 സുരേഷ് ഗോപി ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളത്തിൽ ദൈവനാമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു. കേരളത്തിൽ നിന്നുള്ള മറ്റംഗങ്ങൾ വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും. പ്രോട്ടേം സ്പീക്കർ പദവിയിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് അധ്യക്ഷനെ സഹായിക്കുന്ന പാനലിൽ നിന്നും ഇന്ത്യ സഖ്യാംഗങ്ങൾ വിട്ടുനിന്നു. ഭരണഘടനയുടെ ചെറുപതിപ്പുമായി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഒത്തുകൂടിയ ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. പ്രതിപക്ഷം സഭയുടെ മര്യാദ പാലിക്കണമെന്ന മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദിയുടേത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് മല്ലികാർജുൻ ഖർഗെ തിരിച്ചടിച്ചു. 24 ഡൽഹി.